പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. UDF ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടക്കുന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ യാതൊരു കാരണവശാലും ഒരിക്കലും വരാത്ത ഒരു ആളാണ് KC വേണുഗോപാൽ. കാര്യം അദ്ദേഹം ഒരു MLA അല്ല. ഒരു MLAയ്ക്ക് ഒരു 102 MLAമാരുള്ളതിൽ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരില്ലേ. അത് കാരണം KC വേണുഗോപാൽ യാതൊരു വിധത്തിലും ഇതിനകത്ത് വരേണ്ട ആളല്ല. അത് മാത്രമല്ല, മറ്റുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരനെ, MK രാഘവനെ, അടൂർ പ്രകാശ് ഇവർക്കൊക്കെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് തടയിട്ട ഹൈക്കമാൻഡിലെ അതിൻ്റെ മെയിൻ ആളും ഈ KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഈ വാശി പിടിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ലോ കമാൻഡ്. ആക്ച്വലി ഇന്നലെ പറയണ്ട, MLAമാരോട് പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ വെളിയിൽ നിന്ന് ഒരാളെ അല്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഇതൊരു ഒത്തുകളിയാണ്. ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ചയാണ് ആക്ച്വലി വേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങേർക്കറിയത്തില്ല, 2 കൊല്ലം മുമ്പ് പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ മാറി നിൽക്കണമായിരുന്നു. ആലപ്പുഴയിൽ ഇതിനെ മത്സരിക്കാൻ പോയി. ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യാതൊരു വിധത്തിലും ഇവിടുത്തെ ആക്കാനുള്ള ഈ MLAമാർ മാത്യു കുഴൽനാടെന്നൊക്കെ പറയുന്ന ഇവർക്ക് വെറും, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വലിയ കുഴൽനാടെന്നൊക്കെ വലിയ ആൾക്കാർ, ഇവരൊക്കെ എന്തിനാണ് ഇദ്ദേഹത്തേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. 102 പേരില്ലയോ, അതിലൊരാൾ യോഗ്യനായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. അതിൽ ആരുമില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇല്ലയോ, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോശമാണോ? അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക. അല്ലാതെ വെളിയിൽ നിന്ന് ഒരാളെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാതെ വെളിയിൽ നിന്നുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. വെളിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരന അല്ലെന്നുള്ള അർത്ഥത്തിലല്ല. 102 MLAമാരിലുള്ള ഒരാളെയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ KC വേണുഗോപാലിനെ അല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.